നമസ്കാരം, ഞാൻ ബിജു. എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ചെലവ് കുറഞ്ഞതും എന്നാൽ പ്രൊഫഷണൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായ ഒരു വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം. ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചില ആളുകൾ സ്വന്തമായിട്ട് നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്താലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ബ്രഷ് കൊണ്ട് പെയിൻ്റ് അടിക്കാനും അതേപോലെ തന്നെ റോളർ കൊണ്ട് പെയിൻ്റ് അടിക്കാനൊക്കെ അറിയുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ളവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചിലർ ചിന്തിക്കും നമുക്ക് അടുത്തു നിന്നൊരു പെയിൻറ്ററെ ഹയർ ചെയ്തിട്ട് 2-3 ദിവസത്തെ കൂലി കൊടുത്ത് എന്നാൽ ചിലവ് കുറഞ്ഞ് ഒരു വാട്ടർ പ്രൂഫ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ചില കോൺട്രാക്ടേഴ്സ് ചിന്തിക്കാറുണ്ട് അവരുടെ കസ്റ്റമർക്ക് വളരെ ചിലവ് കുറഞ്ഞതും എന്നാൽ പ്രൊഫഷണൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായ ഒരു വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അത് പെയിൻറ്റിങ് കോൺട്രാക്ടേഴ്സ്, വാട്ടർ പ്രൂഫിംഗ് കോൺട്രാക്ടേഴ്സ്, കൺസ്ട്രക്ഷൻ കോൺട്രാക്ടേഴ്സ്, അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനികൾ, ഇങ്ങനെ പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. വളരെ ചിലവ് കുറഞ്ഞതും എന്നാൽ പ്രൊഫഷണൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായ 4 ലെയർ വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വാട്ടർ പ്രൂഫിങ്ങിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഹൈ പ്രഷർ വാഷിംഗ് എന്നുള്ള കാര്യം. നമ്മൾ പുതിയ കോൺക്രീറ്റ് ആണെങ്കിലും പഴയ കോൺക്രീറ്റ് ആണെങ്കിലും നമ്മൾ വാഷിംഗ് മസ്റ്റായിട്ടും ചെയ്യണം. പുതിയ കോൺക്രീറ്റിൽ പൊടികളെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് കളയാൻ വേണ്ടി നമ്മൾ ഹൈ പ്രഷർ വാഷിംഗ് ചെയ്യും. എന്നാൽ പഴയ കോൺക്രീറ്റ് ആണെങ്കിൽ അവിടെ ചെളി, പായൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണും. അതെല്ലാം നന്നായിട്ട് വൃത്തിയാക്കുന്നതിന് വേണ്ടി നമ്മൾ ഹൈ പ്രഷർ വാഷിംഗ് യൂസ് ചെയ്യേണ്ടതാണ്. നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ക്രാക്കുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക. അതെല്ലാ ക്രാക്കും ഒന്ന് കട്ട് ചെയ്ത് വലുതാക്കിയതിന് ശേഷം ആ ക്രാക്ക് ഫില്ലിംഗ് നല്ല രീതിയിൽ ചെയ്യുക. ക്രാക്കുകൾ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ 2 ലെയർ ചെയ്യുന്നത് പെനിട്രേറ്റീവ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണ്. അത് വെള്ളം പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങുന്ന പോലെ ഉള്ളിലോട്ട് ഇറങ്ങുകയും ആ പ്രതലത്തെ വാട്ടർ റിപ്പലൻ്റ് ആക്കുകയും ചെയ്യുന്നൊരു ടെക്നോളജിയാണ്. അത് നമ്മുടെ കോൺക്രീറ്റിന് വെള്ളം ഉള്ളിലോട്ട് കടക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യും. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികൾക്കൊക്കെ വെള്ളം സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ പമ്പ് ഉപയോഗിച്ച് നമുക്കത് അടിക്കാൻ സാധിക്കും. അത് സ്വന്തമായിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെയും 4-മത്തെയും ലെയർ ചെയ്യുന്നത് അക്രലിക് പോളിമറും സിമെൻറ്റും ചേർത്തുള്ള ഒരു കോട്ടിംഗ് ആണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. സിമെൻറ്റിൽ അക്രലിക് പോളിമർ മിക്സ് ചെയ്ത് അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസ് ചെയ്തിട്ട് ബ്രഷിന് നമുക്ക് അപ്ലൈ ചെയ്യാം. അത് 2 കോട്ട് അടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 4 കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കോൺക്രീറ്റിനെ നമുക്ക് ലീക്കിൽ നിന്നും വളരെ കുറഞ്ഞ ചെലവിൽ എന്നാൽ ഒരു പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും.
ഈ ഒരു 4 ലെയർ വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു പെയിൻറ്ററെ ഹയർ ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റം നല്ലൊരു വാട്ടർ പ്രൂഫിംഗ് മെത്തേഡാണ്. നമ്മളുടെ കോൺക്രീറ്റിനെ ദീർഘകാലം ഇത് നമുക്ക് ലീക്ക് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞങ്ങളുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഇസ് ബിജു, എബനേസർ വാട്ടർ പ്രൂഫിംഗ്.